ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ മലയാളത്തിൽ കഴിഞ്ഞില്ല, പറ്റില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. നിങ്ങൾക്കറിയാമായിരിക്കും കഴിഞ്ഞില്ല, പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് സെൻറ്റൻസിലോട്ടാക്കുമ്പം എങ്ങനെ പറയാം എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ്, എനിക്ക് കഴിഞ്ഞില്ല എന്നാണ്. എനിക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് നമുക്ക് മലയാളത്തിൽ നമ്മൾ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ കുഡിൻറ്റ് എന്നാണ്. ഐ കാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നാണ്. അതിൻ്റെ പാസ്റ്റാണ് ഐ കുഡിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം? ഐ കുഡിൻറ്റ് ആസ്ക്. എനിക്ക് അവനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ആസ്ക് ഹിം. എനിക്ക് അവനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇനി പറയണേ, ഇന്നലെ എനിക്ക് അവനോട് ഫോൺ നമ്പർ ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ എനിക്ക് അവനോട് ഫോൺ നമ്പർ ചോദിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? എന്തുകൊണ്ടോ ഒരു കാരണത്താൽ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. ഐ കുഡിൻറ്റ് ആസ്ക് ഹിം ഫോർ ഹിസ് ഫോൺ നമ്പർ യെസ്റ്റർഡേ. ഐ കുഡിൻറ്റ് ആസ്ക് ഹിം ഫോർ ഹിസ് ഫോൺ നമ്പർ യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് അവനോട് ഫോൺ നമ്പർ ചോദിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പറ്റിയില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് സീ. ഐ കുഡിൻറ്റ് സീ. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ അവളെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? എനിക്ക് ഇന്നലെ അവളെ കാണാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് സീ ഹർ യെസ്റ്റർഡേ. ഐ കുഡിൻറ്റ് സീ ഹർ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ അവളെ കാണാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പറയാറുണ്ടല്ലോ നമ്മളെ, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് കം അല്ലേ? ഐ കുഡിൻറ്റ് കം. എന്താണോ കഴിയാത്തത് അതാണ് നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുഡ് ക്യാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെർബ് എപ്പോഴും വി വൺ ഫോമിലായിരിക്കണം. അപ്പോൾ ഐ കുഡിൻറ്റ് കം, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാ? എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് കം. എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് കം യെസ്റ്റർഡേ അല്ലേ? ഇന്ന് എനിക്ക് നേരത്തെ ഓഫീസിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാ? ഇന്ന് എനിക്ക് നേരത്തെ ഓഫീസിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഗോ ടു ദ ഓഫീസ് ഏർലി ടുഡേ. ഐ കുഡിൻറ്റ് ഗോ ടു ദ ഓഫീസ് ഏർലി ടുഡേ. എനിക്കിന്ന് ഓഫീസിലേക്ക് നേരത്തെ പോകാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ദിസ് മോർണിംഗ്. ഐ കുഡിൻറ്റ് വേക്ക് അപ്പ്. എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഏർലി നേരത്തെ. ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ. ഐ കുഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, നല്ല മഴയായതുകൊണ്ട് എനിക്ക് ബൈക്കിൽ പോകാൻ കഴിഞ്ഞില്ല അല്ലേ? നല്ല മഴയായതുകൊണ്ട് എനിക്ക് ബൈക്കിൽ പോകാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഗോ ബൈ ബൈക്ക്. എനിക്ക് ബൈക്കിൽ പോകാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി അല്ലേ? നല്ല മഴയായതുകൊണ്ട്. അപ്പോൾ ഐ കുഡിൻറ്റ് ഗോ ബൈ ബൈക്ക് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നെക്സ്റ്റ്, എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എനിക്കൊരു ഫോൺ വാങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു ഫോൺ വാങ്ങാൻ കഴിഞ്ഞില്ല. ഈ ഫോൺ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എങ്ങനെയാ പറയുക? എനിക്ക് കഴിഞ്ഞില്ല എന്ത് വാങ്ങാനാണ്. അപ്പം ഐ കുഡിൻറ്റ് ബൈ എ ഫോൺ ബിക്കോസ് ഐ ഡിഡ്ൻറ്റ് ഹാവ് മണി. ഐ കുഡിൻറ്റ് ബൈ എ ഫോൺ. എനിക്കൊരു ഫോൺ വാങ്ങാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഐ ഡിഡ്ൻറ്റ് ഹാവ് മണി. എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഓഫീസിൽ തിരക്കായത് കൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. ഓഫീസിൽ തിരക്കായത് കൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? ഐ കുഡിൻറ്റ് റീച്ച് ഹോം ഏർലി. എനിക്ക് നേരത്തെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല ബിക്കോസ് ഇറ്റ് വാസ് ബിസി അറ്റ് ദ ഓഫീസ്. ഇറ്റ് വാസ് ബിസി അറ്റ് ദ ഓഫീസ്. ഓഫീസിൽ തിരക്കായത് കൊണ്ട് എനിക്ക് നേരത്തെ വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. ഐ കുഡിൻറ്റ് കോൾ. എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല ബിക്കോസ് മൈ ഫോൺ വാസ് ഔട്ട് അല്ലെങ്കിൽ പറയാം റാൻ ഔട്ട് എന്ന് പറയാം. വാസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർന്നു എന്നാണ്. റാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർന്നു എന്നാണ്. അപ്പം വാസ് ഔട്ട് ഓഫ് ചാർജ് അല്ലെങ്കിൽ റാൻ ഔട്ട് ഓഫ് ചാർജ് എന്ന് പറയാം. അപ്പം ഐ കുഡിൻറ്റ് കോൾ ബിക്കോസ് മൈ ഫോൺ വാസ് ഔട്ട് ഓഫ് ചാർജ് അല്ലെങ്കിൽ റാൻ ഔട്ട് ഓഫ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിന്നെ കാണാൻ കഴിഞ്ഞില്ല.
എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിന്നെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? ഐ കുഡിൻറ്റ് സീ യു. എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഐ വാസിൻറ്റ് ഫീലിംഗ് വെൽ. ഐ വാസിൻറ്റ് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കഴിഞ്ഞില്ല, പറ്റിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, മഴയായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. മഴയായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മഴയായതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. മഴയായതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എനിക്ക് വരാൻ കഴിഞ്ഞില്ല, പിന്നെ കാരണം പറയുക, അതിനുശേഷം എന്താണെന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേര് വാട്സപ്പ് ക്ലാസ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് ക്ലാസ് ഞാൻ പറയാം, എന്തായാലും നമുക്ക് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നീണ്ട് പോവുകയാണ്, പല പല കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഉള്ള സമയത്ത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.